സഭയെ ചില ദൂതേൽപ്പിക്കാൻ പോകുകയാ. എത്ര പേര് ദൈവസന്നിധിയിൽ ഞാൻ ഈ പറയുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ സഭയെക്കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ഏലിയോടുള്ള ദൂത് കൊച്ചു ബാലനെ ഏൽപ്പിച്ച ദൈവം, സെരുബ്ബാബേൽ എന്ന വലിയ മനുഷ്യൻ, വലിയ ഗവർണർ, അദ്ദേഹത്തോടുള്ള ദൂത് പ്രാർത്ഥിക്കുന്ന സഖരിയാവിനെ ഏൽപ്പിച്ച ദൈവം. ഇന്ന് രാത്രി നിങ്ങൾ അമിത വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കുള്ള ദൂത് ദൈവം നിന്നെ ഏൽപ്പിക്കും. നിന്റെ പാഴ്സനേജിൽ ദൂതൻ വരും, നിന്നെ ഏൽപ്പിക്കും. ഇത് നിനക്കുള്ള ദൂതല്ല, ഇത് ഇന്നിടത്ത് താമസിക്കുന്ന ഇന്ന അധികാരിക്കുള്ള ദൂതാണ്. അതിര് കടന്ന് വിശ്വസിച്ചാൽ അതിന് വ്യാഖ്യാനം വേണ്ട, അങ്ങനെ തന്നെ സംഭവിക്കും. പ്രാർത്ഥനാ മുറിയിൽ ദൂത് തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ചിലർക്കുള്ള ദൂത് പരമേൽപ്പിക്കുമെന്ന് സഭയോട് പറയാൻ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു വരുന്ന വഴിക്ക് തെളിഞ്ഞു കിട്ടുന്നത് ഏൽപ്പിക്കുക. അത് ഇന്ന് രാത്രി വിശ്വസിച്ചോ? ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ ആരെങ്കിലും ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വർഗം പറയുന്നു ചിലർക്കുള്ള ദൂത് മറ്റു ചിലരെ ഏൽപ്പിക്കും അവൻ. നീ എന്നും ഒരു പ്രാർത്ഥനക്കാരിയായി ഇരിക്കരുത്, എന്നും സ്തോത്ര ഹല്ലേലൂയ ഒരു പ്രബോധകനായി ഇരിക്കരുത്. എന്നും നീ സഭയുടെ ഒരു കോണിൽ സൺഡേ സ്കൂൾ അധ്യാപകൻ, അതൊക്കെ നല്ല പദവിയാണ്. എന്നും ഒരു പാട്ടുകാരനായി നിൽക്കരുത്. നിങ്ങളോട് സ്നേഹിച്ചോണ്ട് ഞാൻ ദൂത് പറയുന്നു, നിന്നെ ചില ദൂതേൽപ്പിക്കാനുണ്ട്. ഉന്നതന്മാർക്കുള്ള ദൂത്, ഭരണകർത്താക്കൾക്കുള്ള ദൂത്, ഇവിടെ തകർന്നു കിടക്കുന്നവർക്കുള്ള ദൂത്, മടങ്ങി വരേണ്ടവർക്കുള്ള ദൂത്, കാലഘട്ടത്തിന്റെ ദൂത്, ചില സംസ്ഥാനങ്ങൾക്കുള്ള ദൂത് ഇന്ന് രാത്രി യേശു പ്രാപിക്ക്. മക്കൾക്കുള്ള ദൂത് ചില അമ്മമാരെ ഏൽപ്പിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാപിക്കത്. ദൈവത്തിന്റെ വെളിപ്പാടുകളായി, ദർശനങ്ങളായി, അരുളപ്പാടുകളായി, പ്രവചനങ്ങളായി ദൈവം നിങ്ങളെ ഏൽപ്പിക്കട്ടെ. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഞാൻ ആ ദൂതേറ്റെടുക്കാം. ഇത് ഈ സഭയോടാണ് ദൈവം പറയുന്നത്, ഈ കൂട്ടായ്മയോടാണ് പറയുന്നത്. ആരും ചെന്നെത്തിയിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിൽ പകരേണ്ട ദൂത് പാഴ്സനേജിൽ പകരുന്ന ദൈവത്തെ ഞാൻ ഈ വാക്യത്തിൽ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആലോചന ശൗമേൽ ബാലന് കിട്ടി. എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് തഴക്കം കൊണ്ടും പഴക്കം കൊണ്ടും പരിചയമുള്ള ആളല്ലേ. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അരുളപ്പാട് കൊടുത്തിട്ടുണ്ടാകുമെന്ന് മനസ്സിലായി. രാവിലെ എഴുന്നേറ്റ് ഏലി ശൗമേൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, മോനെ, ഇന്നലെ യഹോവ വന്നിട്ട് എന്താ പറഞ്ഞത്? എന്തു പറഞ്ഞാലും എന്നോടൊന്നും മറച്ചു വെക്കരുത്, തുറന്നു പറയണം. അവിടെ എഴുതിയത് അങ്ങനെയാണ്, എന്നോടൊന്നും മറച്ചു വെക്കരുത്, പറയാൻ പറഞ്ഞു. ചെറിയ ആശങ്ക ശൗമേനുണ്ടായിരുന്നെങ്കിലും ഒന്നും മറച്ചു വെക്കാതെ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുന്ന പോലെ ഒന്നും മറച്ചു വെക്കാതെ, സ്തോത്രം, ശൗമേൽ ഏലിയോട് പറഞ്ഞു. ഏലിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, യജമാനനെ, ദൈവം വന്ന് പറഞ്ഞത് അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചാണ്. ദൈവം നല്ല കാര്യമല്ല പറഞ്ഞത്. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അങ്ങയുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നു, അങ്ങയുടെ തലമുറ ചെയ്തിരിക്കുന്നു. ദൈവം ചില ന്യായവിധികൾക്ക് ഒതുങ്ങുകയാണ്. സ്തോത്രം. അങ്ങനെ ചില കാര്യങ്ങൾ ഏലിയോട് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഏലി പ്രതികരിക്കണമല്ലോ. പ്രതികരിച്ചതാണ് 18-ാം വാക്യത്തിൽ കണ്ടത്. എങ്ങനെ പ്രതികരിച്ച ഏലി? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്, യഹോവയല്ലേ, യഹോവയുടെ ഇഷ്ടം പോലെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവേഷ്ടം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചല്ല. പിന്നെ എന്താ? ഇങ്ങനെ ഒരു ദൂത് കേൾക്കുമ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു പ്രതികരിക്കണ്ടേ? നിന്റെ തലമുറയെ വെട്ടിക്കളയും, നീ ചെയ്തത് ശരിയായില്ല, നിന്റെ മേൽ കിടക്കും, നീ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, പരമ്പരാഗതമായി ഈ ഗോത്രത്തിന്മേൽ അടിസ്ഥാനമിട്ടിരുന്ന പൗരോഹിത്യം ഞാൻ എടുത്തു മാറ്റും. ഇതൊക്കെയാണ് ദൈവത്തോട് പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാവനയെ ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പ്രതികരിക്കേണ്ടിയിരുന്നത്
അകത്തെ മുറി പോയി പായുണ്ടെങ്കിൽ ഒരു പായെടുത്തിട്ട് വാതിലടച്ചിട്ട് മുട്ടുകുത്തി ദൈവത്തോട് എത്ര വയസ്സിലാണെങ്കിലും കരഞ്ഞോണ്ട് പറയണമായിരുന്നു, ദൈവമേ തെറ്റിപ്പോയി, എൻ്റെ മക്കളോട് ചെയ്യരുതേ, എൻ്റെ കുടുംബത്തോടത് ചെയ്യരുതേ, ക്ഷമിക്കണേ എന്ന് പറയേണ്ടതിന് പകരം അയാൾ ഭയങ്കര ലാഘവത്തോടെ പ്രതികരിച്ചു. യഹോവയല്ലേ, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന്. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് എന്തോ പറ്റി? ആ കുടുംബം തകർന്നു പോയി. ഞാൻ അവിടെ വെച്ച് 100 വട്ടം ഞെട്ടലോടെ ചിന്തിച്ചിട്ടുണ്ട്. ഈ അപ്പൻ നെഞ്ചത്ത് കൈവച്ച് എൻ്റെ കുഞ്ഞുങ്ങളോടത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 1000 വട്ടം ക്ഷമിക്കാൻ മനസ്സുള്ള ദൈവം അത് ചെയ്യില്ലായിരുന്നു. കാരണം വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തെ നമുക്കറിയാം. ഒരുത്തൻ നെടുമ്പാട് വീഴാനുണ്ടെങ്കിൽ ന്യായവിധി ദൈവം മാറ്റിക്കളയും. ഞാനത് ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് സ്തോത്രം നമ്മുടെ ആഹാബിനെയാണ്. നമ്മുടെ ആഹാബല്ല, സ്തോത്രം അവരുടെ ആഹാബ്. ഏത് സ്തോത്രം? ഇസ്രായേലിൻ്റെ രാജാക്കന്മാരിൽ ഏറ്റവും പാപം ചെയ്യിപ്പിച്ച നീചനായ ഇസബേൽ പറയുന്നത് മാത്രം കേട്ട് ക്രൂര മനസ്സോടുകൂടി ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച രാജാക്കന്മാരുടെ ഗണത്തിലെ ഏറ്റവും മോശപ്പെട്ട രാജാവായിരുന്ന ആഹാബ്. ആഹാബിനെതിരെ ന്യായവിധിയുടെ സംഭവം പറഞ്ഞു. സ്തോത്രം ഏലിയാവിൻ്റെ കാലഘട്ടത്താണല്ലോ ജീവിച്ചിരുന്നത്. ഏലിയാവ് കർക്കശക്കാരനായിരുന്നു. പക്ഷേ ഇസ്രായേലിനായിരുന്നതിൻ്റെ പേരിൽ ദൈവം വരുത്താനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആഹാബ് ഒരു പ്രാവശ്യം ഉപവസിച്ചപ്പോൾ ദൈവം ഏലിയാവിനെ വിളിച്ചിട്ട് പറയാ, നിക്ക് കണ്ടോ, ഇതായിരുന്നിരിക്കുന്നത്, കണ്ടോ അവൻ എൻ്റെ മുമ്പിൽ അനുതപിച്ചത് കണ്ടോ, അതുകൊണ്ട് അവന് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി മാറ്റിവെക്കാം. ആരാ? ക്രൂരനായി ജീവിച്ച, പ്രവാചകന്മാരെ എതിർത്ത, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ആഹാബ് 2 ദിവസം ഉപവസിച്ചപ്പോൾ ദൈവം ന്യായവിധി മാറ്റിയെങ്കിൽ 55-60 കൊല്ലം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ച ഈ മനുഷ്യൻ കരഞ്ഞാൽ ദൈവം മാറ്റാതിരിക്കുകയോ? അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരം തിരിച്ചും മറച്ചും പറയുന്നത്, സഭയിൽ വന്നത് നന്നായി, ഉപവസിക്കുന്നത് നന്നായി, പ്രവചനം കേട്ടത് നന്നായി, എവിടെയെങ്കിലും പോയി ദൂത് കേൾക്കുന്നത് നന്നായി, പക്ഷെ കേട്ടതിനോട് മോശമായി പ്രതികരിച്ചാൽ ആട്ടി ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി വന്നവര് കേട്ടോളൂ, ദൈവത്തിന്റെ ആത്മാവിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കണം. പാട്ടിനോട്, പ്രാർത്ഥനയോട്, സഭ ക്രമീകരിച്ച് ഉപവാസത്തോട്, ദൈവാലോചനയോട്, അഭിഷേകത്തിന്റെ ആലോചനയോട്, ഞായറാഴ്ചത്തെ സഭായോഗത്തിലെ ദൂതിനോട്, ഇതിനോടൊക്കെ പ്രതികരിപ്പാൻ കടപ്പെട്ടവരാണ് ദൈവമക്കള്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിന്റെ ദൂത് ദൈവത്തിന്റെ ആത്മാവിൽ പറയുമ്പോൾ അതിനെ ഒരു പുറംതിരിഞ്ഞു നിന്ന മനസ്സോടെ പ്രതികരിച്ചാൽ സ്വർഗം ചിലപ്പോൾ നടപടിയെടുക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, എന്ത് ദൈവം പറഞ്ഞാലും ഒരാത്മീകൻ്റെ മനസ്സോടെ പ്രതികരിക്കണം. ഞാൻ രാവിലെ ദാവീദിനെ പറഞ്ഞല്ലോ, ദൂത് അനുകൂല അല്ലായിരുന്നു, പ്രതികൂലമായിരുന്നു. കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ കൈവിടരുത്, എന്നെ കഴുകുകയേ ചെയ്യാവൂ. അതിനകത്താണ് രക്ഷപ്പെട്ടു. ഇവിടെ കസേര ഉറച്ചു. മറ്റേ അദ്ദേഹം കസേരയിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞ് ചാവില്ലായിരുന്നു. ഏലി മരിച്ചെങ്ങനെയെന്നറിയാലോ. സ്തോത്രം. ദീർഘനാട് ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യൻ അങ്ങനെയാണ് മരിക്കേണ്ടത്. എൻ്റെ 2 മക്കളും സ്തോത്രം വഴിത്തിരക്കിൽ പട്ടുപോയി, തലമുറയില്ലാതെ പോയി, കുടുംബം നഷ്ടപ്പെട്ടു, മഹത്വം നഷ്ടപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ ഇന്ന് രാത്രിയിലെ ചിന്തയിൽ പറഞ്ഞാൽ ഗ്രഹനാഥൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത പ്രതികരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് ഞാൻ ഇന്ന് രാത്രി ഇവിടെയും പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തരാഹിത്യമായി പ്രതികരിച്ചിട്ട് പോയാൽ അതിൻ്റെ വേദന വലുതായിരിക്കും. എല്ലാ അപ്പന്മാരും അമ്മമാരും എല്ലാം കേട്ടോളണം, കർത്താവ് പറയുന്നതിനോട് നമ്മൾ വിനീതമായി പ്രതികരിക്കണം. നമ്മളെപ്പോലത്തെ ഒരാളോട് ദൈവത്തിന് ദൂത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ സ്നേഹിച്ചിട്ടാണ് ദൈവം ദൈവശബ്ദം കേൾപ്പിക്കുന്നത്. അതിനോട് നമുക്ക് മാന്യമായി പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ
സ്തോത്രം, ദൈവത്തിൻ്റെ നടപടിയിലേക്ക് അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വേഗത്തിൽ ഞാൻ ഒരു ആത്മീക ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് എന്ത് ദൈവം പറഞ്ഞാലും ആത്മാവിൽ ഏലിയെ പോലല്ല, ദാവീദിനെ പോലെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്ന് അറിയാം. പക്ഷേ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഞാൻ ആ ഭാഗത്തെ അങ്ങനെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. വായിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നൊരു വാക്യമാണ്. 2 വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി നിന്ന്. ബൈബിളിൽ നിവർത്തുക. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 43, 44 വാക്യങ്ങൾ 27-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 43, 44 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. അടുത്ത വാക്ക്, നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. രാവിലെ നമ്മൾ വായിച്ചത് ലേഖനമാണ്. അതൊരു ദൈവിക ദൂതിൻ്റെ കലവറയാണ് ലേഖനങ്ങൾ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി യാത്രാ വിവരണങ്ങളും ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു സ്തോത്രം സാക്ഷി വിസ്താരം പോലത്തെ വിസ്തരിച്ചെഴുതിയിരിക്കുന്നതാണ്. ലൂക്കോസ് എന്ന ശക്തനായിരിക്കുന്ന എഴുത്തുകാരൻ സ്തോത്രം എല്ലാ കാര്യങ്ങളെയും കൂലങ്കുക്ഷമായി പരിശോധിച്ചിട്ട് സഹയാത്രികനായിരുന്ന പൗലോസിൻ്റെ സഹയാത്രികനായിരുന്ന അദ്ദേഹം ഒരു യാത്രാ വിവരണം എഴുതിയിരിക്കുന്ന പോലെ എഴുതിയത് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ ചേർത്തിരിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരികയാണ്. 27, 28 അവസാനത്തെ അധ്യായം പൗലോസ് അപ്പോസ്തലൻ്റെ കപ്പൽ യാത്രയോട് ബന്ധപ്പെട്ടാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനത്തെ അധ്യായങ്ങൾ തീരുന്നത്. സ്തോത്രം, ഈ മനുഷ്യൻ, അതായത് ഈ പൗലോസ് യാത്ര ചെയ്ത കപ്പൽ 276 യാത്രക്കാർ കയറിയ കപ്പലിനെ കുറിച്ച് 2 അധ്യായത്തോളമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം, ഒരു കപ്പൽ യാത്രയെ വേദപുസ്തകം എന്ന് പറയുന്ന പവിത്രമായിരിക്കുന്ന പുസ്തകത്തിനകത്ത് 2 അധ്യായങ്ങൾ മാറ്റിവെച്ച് ആ 2 അധ്യായങ്ങളിൽ പരാമർശിക്കപ്പെടാനുള്ള കാരണം കപ്പലിൻ്റെ വർണ്ണനയല്ല, കപ്പൽ യാത്ര ചെയ്തവരുടെ കാര്യമല്ല. ഇതിനകത്ത് ധന്യനായ പൗലോസ് എന്ന ദൈവത്തിൻ്റെ ദാസൻ ഉണ്ടായതുകൊണ്ടാണ് ഈ കപ്പലിൻ്റെ ചരിത്രം വേദപുസ്തകത്തിനകത്ത് വന്നത്. അതിൽ നിന്നൊരു ദൂത് ഞാൻ പറയാം. സ്തോത്രം, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ദൈവത്തിന് പ്രിയനായി മാറിയാൽ നിങ്ങളുടെ കുടുംബം ഒരു ചരിത്രമായി മാറും, നിങ്ങളുടെ സഭ ഒരു ചരിത്രമായി മാറും. അതിന് കൂടെ നിൽക്കുന്നവരാരാണ്, ചുറ്റും കിടക്കുന്നവരാരാണ്, നാട്ടിൽ ആരാണ് നാട് ഭരിക്കുന്നത്, ആരാണ് ഈ കപ്പലിൻ്റെ മുതലാളി, ഈ കപ്പലിൻ്റെ മുതലാളി ആരെയാണ് ആരാധിക്കുന്നത്, ഈ കപ്പലിൽ രാവിലെ തിരികത്തിക്കാറുണ്ടോ കർപ്പൂരം, ഇതൊന്നും വിഷയമല്ല. അതിനകത്ത് അഭിഷിക്തൻ കയറിയാൽ, അതിനകത്ത് ദൈവദാസൻ കയറിയാൽ, അതിനകത്ത് ദൈവമുള്ളവൻ കയറിയാൽ പിന്നെ സ്വർഗത്തിൻ്റെ നിരീക്ഷണം മുഴുവൻ അതിലേക്കാകും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് ദൈവത്തിന് നന്ദി പറയാമോ? നീ കയറിയ വാഹനം, നീ ജോലി ചെയ്യാൻ കയറിയ സ്ഥാപനം, നീ കയറിയ സഭ ഒരു ചരിത്ര സംഭവമാകാൻ, അത് മുടിഞ്ഞു പോകാനല്ല, അത് അടച്ചുപൂട്ടി പോകാനല്ല. ഞാനൊരു ദൈവദാസനാണ്, ഞാനൊരു ദൈവവൈതലാണ്. ഞാൻ കയറിയ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടണം, അതൊരു ചർച്ചയാകണം, അതൊരു അഭിമാനമാകണം, അത് അനുഗ്രഹിക്കപ്പെടണം, അത് വാർത്തയാകണം. ഓ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ എത്ര നേരിട്ടാലും അതിനെ അനുഗ്രഹപൂർണമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് നീ വിശ്വസിക്കും. നീ ഒരു അനുഗ്രഹ പാത്രമാണ്, നീ ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്, നീ ഒരു സാധാരണക്കാരനല്ല. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാരാന്നുള്ളത് പെന്തിക്കോസുകാരന്റെ പ്രശ്നം. ഇവൻ തിരുത്തുക, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവൻ ആരെ ആരാധിക്കുന്നവനാകട്ടെ, പക്ഷെ നീയാണ് ദൈവത്തിന് വലിയത്. Yes. Oh. Shudalagadabada shamdalada lakshasiya. Hallelujah. നമ്മുടെ ആൾക്കാരുടെ കാഴ്ചപ്പാട് ഭയങ്കര പ്രാധാന്യമാകട്ടോ. എല്ലാം ഉണ്ട്, കാഴ്ചപ്പാടില്ലെങ്കിൽ വെറുതെ ആയിപ്പോവും ജീവിതം. കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിഷൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധ്യം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു പദമാണ് കാഴ്ചപ്പാട്.
അവരവരെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണം എന്നൊക്കെ പ്രായമുള്ള ആളുകൾ പറയും. ആധുനിക ദൈവശാസ്ത്രത്തിനകത്ത് അങ്ങനെ ഒരു ടെർമിനോളജി സാധാരണ ഉപയോഗിക്കുക. പണ്ടത്തെ ആൾക്കാർ പറയും ഒരു കാഴ്ചപ്പാട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നമുക്ക് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ കൂടെ 25 പേര് ജോലി ചെയ്യുന്നു. 25 പേരും ചിലപ്പോൾ ഈ വിദേശത്തു നിന്നൊക്കെ ഫോൺ ചെയ്യുന്ന സമയത്ത് സ്വത്രം അവർ പറയും ഈ അമ്മമാരാണ് ഇത് ഏറ്റെടുത്ത് ജാമ്യം എടുക്കാൻ വരുന്നത്. ജാമ്യം എടുക്കാൻ വരുന്നതെന്ന് മനസ്സിലായല്ലോ. മക്കൾക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ വരുന്നവരെ അമ്മമാർ. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നത് എന്താ അറിയോ? എൻ്റെ പാസ്റ്ററെ സ്തോത്രം, അവൻ താമസിക്കുന്ന റൂമിനകത്ത് 22 പേരാണ്. 22 പേരിൽ 21 പേരും ചിലപ്പോൾ സ്തോത്രം മോശപ്പെട്ട രീതിയിൽ നിൽക്കുന്നവരായിരിക്കും. ചിലപ്പോൾ വേറെ അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ തിരിച്ച് ഈ വാക്യം വെച്ച് ഞാൻ പറയാം, നീ അതിനകത്തുണ്ടെങ്കിൽ ഇതിനെ നേരെ ചരിത്രത്തെ തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. എടാ നിൻ്റെ റൂമിൽ 22 പേരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അവന്മാർ വീഡിയോ ഓൺ ചെയ്യുന്നു. അവർ സ്വത്രം വേറെ അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കൊച്ചനെ അവിടെ നിന്ന് വലിച്ച് അടിച്ച് ഇവനെ ഒറ്റയ്ക്ക് ഒരു ഗ്രഹത്തിൽ കൊണ്ടുപോയി താമസിക്കാനാണ് ഈ അമ്മ ഈ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് സ്വത്രം അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ? അപ്പോൾ ജീവിച്ചു പോകുന്നതെല്ലാം ഈ സമൂഹത്തിൻ്റെ ഇടയിലാണ്, ഈ നാട്ടിലാണ്. ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ എന്താ പറഞ്ഞത്? പക്ഷെ നീ ഇതിനകത്തുണ്ടെങ്കിൽ നീ ഒരു ചരിത്രമാണ്. നിന്റെ കാരണം ദൈവം ഇവിടെ ഇറങ്ങി വരും. നീ ഉള്ളത് കൊണ്ട് ദൂതനെ വിടും. നീ ഉള്ളത് കൊണ്ട് കാറ്റിനെ ഒതുക്കും. നീ ഉള്ളത് കൊണ്ട് അക്കരെ എത്തിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവാത്മാവിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഏറ്റെടുക്ക. സ്വർഗമത് ചെയ്യാൻ വിശ്വസ്തനെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. കാരണം എനിക്ക് രാത്രി ദീർഘദൂര യാത്ര ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടിപ്പരത്തി പറഞ്ഞാൽ സ്തോത്രം സമയം അതിക്രമിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളെ ഓർപ്പിക്കാം. അപ്പം അങ്ങനെ ഈ കപ്പൽ യാത്രയിൽ 2 അധ്യായത്തോളം എടുത്തുകൊണ്ട് അങ്ങനെ പറയുകയാണ്. സ്തോത്രം 27-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിച്ചല്ലോ. 27-ാം അധ്യായം തുടങ്ങുന്നിടത്താണ് ഈ കപ്പൽ യാത്രയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1-2 കാര്യങ്ങൾ നമുക്ക് ഓർപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 27-ന്റെ 1 എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ദൂത് പറയാൻ വേണ്ടി വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ. ഞാനിത് വായിച്ച് ധ്യാനിക്കുമ്പോൾ ആ കൽപ്പനയായപ്പോൾ എന്ന വാക്കിൻ്റെ അടിയിൽ മാത്രം വരയിട്ടിരിക്കുക. അതിൻ്റെ കാരണം ഞാൻ പറയാം. സ്തോത്രം. പൗലോസിനോട് ഇറ്റലിക്ക് പോകാൻ വാസ്തവത്തിൽ, ഇറ്റലി എന്ന് പറയുന്ന റോമിനെ ഉദ്ദേശമുണ്ടാണ്, റോമൻ ഉദ്ദേശമുണ്ട്. വാസ്തവത്തിൽ പറഞ്ഞത് കർത്താവായ യേശുവാണ്. സ്തോത്രം. അതെവിടെ വാക്യം? അത് 23:11. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുന്ന എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കുക എന്ന് പറഞ്ഞാൽ റോമ നഗരത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റലി. സ്തോത്രം. ഇറ്റലിക്ക് പോകണമെന്ന് പറഞ്ഞത് കർത്താവാ 23-ാം അധ്യായത്തിൽ. പക്ഷെ കർത്താവ് പറഞ്ഞ അന്നു മുതൽ ഇറ്റലിക്ക് പോകാതിരിക്കാൻ പൗലോസിനെ തടഞ്ഞു വെച്ചു. 1 അല്ല 2 കൊല്ലം. 2 കൊല്ലം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. 24-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ വായിച്ചു നോക്കൂ. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. 27-ാമത്തെ വാക്യം. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പെർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ. ഞാനിവിടെ ചുരുക്കിയിട്ട് ഈ വിഷയം പറയാം. കാരണം ആ പ്രസംഗം വേറൊരു പ്രസംഗമാണ്. അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ഭാഗത്തേക്ക് വരുത്താൻ ആഗ്രഹിക്കുക. അപ്പം കർത്താവ് 23-ാമത്തെ അധ്യായത്തിൽ വന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ധൈര്യമായിരിക്കുക. നീ ഇറ്റലി ചെല്ലും, അഥവാ റോമിൽ ചെല്ലും. അവിടെ ചെന്ന് നീ എന്നെ സാക്ഷിക്കും എന്ന് കർത്താവ് ഒരു വാക്ക് കൊടുത്തിരിക്കുക. കർത്താവ് വാക്ക് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോസിനെ റോമൻ സർക്കാർ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ 24 വായിച്ചത് ഇങ്ങനെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അധികാരികൾക്ക് പൂർണ്ണമായ അറിവുണ്ടായിരുന്നിട്ടും എന്ത് ചെയ്താൽ പൗലോസിന് റിലീസ് കൊടുക്കുകയില്ല. 27-ാം വാക്യത്തിൽ വായിച്ചു, 2 വർഷം പിന്നിട്ടു. 2 വർഷം പിന്നിട്ടിട്ടും ഓർഡർ വരികയില്ല, വിധി വരികയില്ല.
യാത്രയ്ക്കുള്ള അനുമതി കൊടുക്കുകയല്ല, ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക. സ്തോത്രം. മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി, കർത്താവ് പറഞ്ഞത് സംഭവിക്കാൻ വേണ്ടി, ദൈവം പറഞ്ഞിടത്ത് എത്താതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ വാഗ്ദത്തം നടത്താതിരിക്കാൻ വേണ്ടി, യേശു പറഞ്ഞിട്ട് പോലും നടന്നില്ലല്ലോ എന്ന് പിന്നെ പറയിപ്പിക്കാൻ വേണ്ടി സാത്താൻ ചില അധികാരികളെ കയ്യിലെടുത്തിരിക്കുക. ആ സമയത്ത് പൗലോസ് 2 വർഷക്കാലം പുറത്തു പോകാൻ കഴിയാതെ അകത്തടച്ചിട്ടു. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിലാണ് 27:1 വായിക്കേണ്ടത്. രാത്രിക്ക് രാത്രി ജയിൽ ചാടിപ്പോയി എന്നല്ല, ദൂതൻ വന്ന് 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹം പൊളിച്ച് പുറത്തു കൊണ്ടുവന്നെന്നല്ല. പിന്നെ എങ്ങനെ അറിയാമോ? ഈ അപ്പോസ്തല പ്രവൃത്തി പല തരത്തിലെ വിടുതലുണ്ട്. സ്തോത്രം. 5-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ അയച്ച വിവരം എഴുതിയിട്ടുണ്ട്. 5:17 നോക്കി, പെട്ടെന്ന് ബൈബിൾ വായിക്കാൻ പറ്റുന്നവർ 5:17 നോക്കി. ഇതൊന്നും എൻ്റെ ഈ പ്രസംഗത്തിലല്ല, കയറി വരുന്ന ദൂത് കയറി പിടിച്ചോളണം. കാരണം അതിനകത്ത് ദൈവത്തിൻ്റെ നല്ല ഇപ്പോൾ പിടിച്ച മീനെന്ന് പറയുന്ന സംഭവം കാണും. 5:17 നോക്കി. ആ ആ ആ ആ ആ പൊതു തടവിലാക്കി. അടുത്ത വാക്ക്, രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ വന്ന് കാരാഗ്രഹവാതിൽ തുറന്ന്. അപ്പം ആദ്യത്തെ കാരാഗ്രഹം തുറക്കുന്നത് ഇവിടെയാണ്. 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ അസൂയ കയറിയ അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചു, മുമ്പോട്ട് പോകാതിരിക്കാൻ. അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതനെ വിട്ടിട്ട് ദൂതൻ വാതിൽ തുറന്ന് രാത്രി ദൈവത്തിൻ്റെ പിള്ളേരെ കൊണ്ട് പോയി. നേരം വെളുത്ത് നോക്കുമ്പോൾ സ്തോത്രം, അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിനകത്തില്ല. അവരെ നോക്കി പള്ളിയകത്ത് നിൽക്കുന്നു. അത്രയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവനാ ദൈവം. ലോകം കാരാഗ്രഹത്തിൽ അടച്ചവനെ നേരം വെളുത്തപ്പോൾ ദേവാലയത്തിൽ ഇരുത്തി ദൈവം. ആ വാക്ക് നിങ്ങൾ വേണമെങ്കിൽ കൊട്ടേഷനായിട്ട് എഴുതി വെച്ചോ. നിന്നെ പിടിച്ച ലോകം ജയിലിലിട്ടപ്പോൾ എൻ്റെ ദൈവം നിന്നെ പുറത്തിറക്കിയെന്നല്ല, അവനെ ദൈവം ആലയത്തിൽ ഇരുത്തി, ആ സ്തോത്ര ആരാധനയ്ക്ക് ഇരുത്തി, അവൻ വിശുദ്ധന്മാരുടെ നടുവിലിരുത്തി. നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ ദുഷ്ടൻ പിടിച്ച് അകത്തിട്ടിട്ടുണ്ടെങ്കിൽ അവനെ പുറത്തിറക്കി സഭയ്ക്കകത്തിരുത്താൻ കഴിവുള്ള ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഇവിടെ കൽപ്പനയോ ജാമ്യോ ഒന്നും നോക്കിയില്ല. രാത്രി ദൂതം വന്ന് പിടിച്ചുകൊണ്ടങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അടുത്ത വിടുതൽ നടക്കുന്നത് 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത് പത്രോസിനെ കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുക. രാത്രി ദൈവത്തിൻ്റെ ദൂതൻ വന്നു. സഭ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, സഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നു. ഞാൻ ഇങ്ങനൊരു ദൂത് പറയാം. സ്തോത്രം, സ്തോത്രം. ദൂതനെ വിട്ടത് ദൈവമാണ്. പക്ഷേ സ്തോത്രം, അതിനൊക്കെ മുമ്പ് പറയാം, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറക്കിയത് ദൂതനാണ്. പക്ഷെ ദൂതനെ ഇവിടെ എത്തിച്ചത് സഭയുടെ പ്രാർത്ഥനയാണ്. സ്തോത്രം. 21 ദിവസം സഭ പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ ദൈവം ഇവിടെ എത്തിക്കും. എത്തത്തില്ലെന്ന് പറഞ്ഞ് ചിലരെ നിന്റെ വീട്ടില്, നിന്റെ സമീപത്ത്, നിന്റെ സഭയില് ഒരിക്കലും കാണാത്തവരെ, വരാൻ സാധ്യതയില്ലാത്തവരെ സഭ പ്രാർത്ഥിച്ചാൽ എത്തിക്കും. വിടുവിക്കേണ്ടവനെ, ബാക്കി കാര്യങ്ങൾ നിർവഹിക്കേണ്ടവനെ ദൈവം എത്തിക്കും. ഹല്ലേലൂയ. റബല ശഗന ഹഡഗ ജരദലബ ശംദരാദിയാല. ദൂതൻ വന്നു. 12-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിന്റെ വാതില് ദൂതൻ തുറന്നെന്ന് ഒന്നും എഴുതിയിട്ടില്ല. ദൂതൻ അകത്ത് കയറുമ്പോൾ വാതിൽ തുറക്കേണ്ട വന്നില്ല. പക്ഷെ പത്രോസിനെ പിടിച്ച് പുറത്തു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വാതിലുകൾ തന്നെ തുറക്കാൻ തുടങ്ങി. 2-ാമത്തെ പ്രാവശ്യം ദൂതൻ തുറക്കേണ്ട വന്നില്ല. സ്തോത്രം. ഒരു ദൈവ പൈതലും ദൂതനും കൂടി ചേർന്നപ്പോൾ തന്നെ തുറക്കാൻ തുടങ്ങി. നിന്നെ വിടുവിക്കാൻ വേണ്ടി ദൈവം അയച്ച ദൂതൻ, അവരുടെ പിന്നാലെ നീ അങ്ങ് നടക്കുമ്പോൾ തന്നെ വാതിൽ തുറക്കും. മനസ്സിലായോ? സ്തോത്രം. ദൈവം വിട്ട നിന്റെ വിടുതലിന് വേണ്ടി
നിന്നെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടി, നിന്നെ കർത്താവിൻ്റെ മകനാക്കാൻ വേണ്ടി, നിന്റെ ആമം തകർക്കാൻ വേണ്ടി, നിന്റെ ജയിൽ വസ്ത്രം മാറ്റാൻ വേണ്ടി, നിന്റെ കയ്യാമം സോദരം നിന്റെ വിലങ്ങ് മുറിക്കാൻ വേണ്ടി, നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അയച്ച ദൂതനാണ് കർത്താവിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ. അവര് പറയുന്നത് കേട്ട് പിൻപറ്റിയാൽ നീ പുറത്തു വരും. എവിടെ നിന്നാണെങ്കിലും പുറത്തു വരും. യെസ്, ഹല്ലേലൂയ. മൂന്നാമത്തത്, ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നതാണ് 16. ഇപ്പം ഇവിടെയും കൽപ്പനയൊന്നുമില്ല, രാത്രി ദൂതം വന്ന് പിടിച്ചോണ്ടങ്ങ് പോവായിരുന്നു. 16 അധ്യായത്തിനകത്ത് പൗലോസും ശീലാസും ആരാധിക്കുക, കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൂതം വന്നില്ല. 5 അധ്യായത്തിലും 12 അധ്യായത്തിലും ദൈവത്തിൻ്റെ ദാസന്മാർ ജയിലിൽ പോയപ്പോൾ ദൂതൻ വന്നു, പക്ഷെ 16 ദൂതൻ വന്നില്ല. സ്തോത്രം. ദൂതൻ വന്നില്ലെങ്കിലും ആരാധിച്ചപ്പോൾ കാരാഗ്രഹം തകർന്നു. എന്നും ദൂതൻ വരികയല്ല, നമ്മുടെ ആത്മീക വളർച്ച അനുസരിച്ചിരിക്കും. ഇപ്പം നീ പ്രാർത്ഥിക്കാൻ പ്രായമായി, അഭിഷേകം പ്രാപിച്ചു, നിനക്ക് ദൈവിക കാഴ്ചപ്പാടായി, നിന്റെ അകത്ത് ശക്തിയുണ്ട്, ഇനി ദൂതൻ വരണ്ട. നീ ആരാധിച്ച കോട്ട തകരും, നീ ആരാധിച്ച ദൈവപ്രവൃത്തി നടക്കും. അങ്ങനെ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇനി ദൂതനെ വിടിയല്ല, നിന്റെ ആരാധനയിൽ വിടുതൽ വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ 1, 2, 3 അടുത്തതാണ് 4-മത്തത് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഇവിടെ ദൂതൻ വരുന്നില്ല, വാതിൽ തന്നെ തുറക്കുന്നില്ല. ഇവിടെ പൗലോസ് സ്തോത്രം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ കാരാഗ്രഹം തകരുന്നില്ല. 2 കൊല്ലായി. സ്തോത്രം. അപ്പം ചിലപ്പോൾ പറയൂ, ഉപദേശിക്ക് പണ്ടത്തെ ശക്തിയൊന്നുമില്ല, പണ്ട് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സ്തോത്രം പറഞ്ഞപ്പോൾ അടിത്തറ പോലെ ഇളകിയതാ. ഇപ്പം ഒന്നുമില്ല. എല്ലാ വിടുതലും ഒരുപോലെ അല്ല. സ്തോത്രം. 2 കൊല്ലം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ മധ്യത്തിൽ വന്നപ്പോൾ ചിലപ്പോൾ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുകയല്ല. സ്തോത്രം. ഇവിടെ സംഭവിച്ചെന്നറിയാമോ? 2 കൊല്ലമായിട്ട് വിട്ടുതരാത്ത അധികാരികളെ 2 കൊല്ലത്തേക്ക് ദൈവം അങ്ങ് കണ്ണടച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ലൂക്കോസ് എഴുതുകയാണ് 27:1, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസ് അടക്കം, ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം: 2 കൊല്ലമായിട്ട് കൽപ്പന വരാത്ത വിഷയങ്ങൾ, ദൈവത്തിൽ നിന്നല്ല, സർക്കാരിൽ നിന്ന്, അധികാരിയിൽ നിന്ന്, ഉന്നതന്മാരിൽ നിന്ന്, സ്തോത്രം, കൽപ്പന വരാതെ നിന്നെ പിടിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ എൻ്റെ ദൈവം കൽപ്പന വരുത്തിച്ചു. പരിശുദ്ധാത്മാവിൽ ഉടക്കിയിട്ടിരിക്കുന്ന, പിടിച്ചിട്ടിരിക്കുന്ന, തടഞ്ഞിട്ടിരിക്കുന്ന എന്റെ കർത്താവ് പറഞ്ഞിട്ടും സാധ്യമാക്കി തരാതെ നീ ഇറ്റലിയിൽ സാക്ഷീകരിക്കേണ്ടവനാണ്, നീ റോമിലെത്തേണ്ടവനാണ്, നീ അവിടെ ശുശ്രൂഷിക്കേണ്ടവനാണ് എന്ന് സ്വർഗം പറഞ്ഞിട്ടും നിന്നെ ഇവിടെ നിന്ന് വിടാതെ അതിര് പിടിച്ചിട്ടിരിക്കുന്ന ശക്തിയോട് ഈ പ്രാർത്ഥനയിൽ ദൈവം കൽപ്പിക്കുകയാണ്, കൽപ്പന എഴുതാ. Hallelujah. Oh. Shabala badala budala dinaya shabala hadala rikana udabala badaba shantala ragana dirama shabana prauda rikana thuraya rektatal rektatal krusila rektatal യേശുവിൻ രക്തത്താൽ വിടുതൽ 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 ആ വിഷയത്തിൽ വിടുതൽ. ഓ Shata rikana dharaya shabana hadana rikana dharaya shabala hudabala dirabala hudabala o rikana bara shabana hadagajana samthana. Hallelujah. ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ സാമ്രാജ്യാധിപന്മാരുടെ തലസ്ഥാന നഗരിയിൽ ചെയ്യേണ്ടവനാണ് പൗലോസ്. അവനെ അധികാരികളുടെ കാൽച്ചുവട്ടിൽ ആമത്തിലിട്ടാൽ സ്വർഗത്തിലെ ദൈവം എല്ലാ കാലവും കണ്ണടയ്ക്കുമെന്ന് വിചാരിക്കരുത്.
സ്വത്ര കൽപ്പന ഇറക്കാത്തവനെ കൊണ്ട് കൽപ്പന ഇറക്കിപ്പിക്കും ദൈവം. ഒപ്പ് വെക്കാത്തവനെ കൊണ്ട് ഒപ്പ് വെപ്പിക്കും ഫയലിൽ ദൈവം. സീല് ചെയ്യാത്തവനെ കൊണ്ട് സീല് ചെയ്യിപ്പിക്കും ദൈവം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ വേണ്ടി നിങ്ങളുടെ സന്തതി തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങേണ്ടതല്ല, അമ്മയുടെ കാൽച്ചുവട്ടിൽ കറങ്ങേണ്ടവളല്ല. അവൾ എത്തേണ്ടിടത്തെത്തണം. ദൈവം പറഞ്ഞിടത്തെത്തണം. ദൈവം കാണിച്ചു തന്നിടത്തെത്തണം. സ്വർഗം അരുളി ചെയ്തിടത്തെത്തണം. അവിടെ എത്താതിരിക്കാൻ വിശ്വസിച്ചേ വിശ്വസിച്ചേ വിശ്വസിച്ചേ. 2 കൊല്ലമായി പരീക്ഷ എഴുതിയാ ജയിക്കില്ല, പാസ്പോർട്ട് കൊടുത്താൽ വിസ അടിക്കില്ല. ഇങ്ങനെയൊക്കെ കിടക്കുന്ന ചില വിഷയങ്ങള് ഈ കൂട്ടത്തിനകത്ത് ഒരു ഗ്രാമമാണ് എന്നെനിക്കറിയാം. ഞാൻ പ്രസംഗിക്കുന്ന ഒരു മെഗാ സിറ്റിയിലല്ല, ഒരു ചെറിയ കടലോര ഗ്രാമത്തിലാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ നാട്ടിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് യേശു പറഞ്ഞിടത്തേക്ക് ഉയർന്നു വരേണ്ട ചിലരെ അവിടെ വിടാതിരിക്കാൻ ശത്രു അടച്ച അടവുകളെ ഇന്ന് കൽപ്പന എഴുതിപ്പിക്കും. ഏത് ഉന്നതനെ കൊണ്ടും കൽപ്പന എഴുതിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കൊണ്ടാണ് ആ വാക്യത്തിനകത്ത് ദൈവം ഒരു ദൂത് മറച്ചു വെച്ചിരിക്കുന്നത്. നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് കൽപ്പനയായി. യേശുവിൻ നാമത്തിൽ ഇന്ന് നിങ്ങൾ ശരിക്കും, ഞാൻ നിങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ്. സ്തോത്രം, മറച്ചു വെച്ച് പ്രസംഗിക്കുകയല്ല. നിങ്ങൾ അത് അതിര് കടന്ന് പ്രതികരിക്കണം. ഈ ഉപവാസം കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചില ഓർഡിനൻസ് പുറപ്പെടുവിക്കും. ചില നിയമ കുരുക്കുകൾ മാറിക്കിട്ടും. നിനക്ക് കടലാസ് കൈ കിട്ടും. അതിനെതിരെ നിന്നവരെയൊക്കെ ദൈവം മാറ്റും. ഫെലിക്സിനെ മാറ്റി ഫെസ്തോസിനെ ആക്കിയ ദൈവം കൽപ്പന എഴുതുന്നവനെ കൊണ്ടുവന്നാക്കുവിടെ. അധികാരിയെ മാറ്റിയാണെങ്കിലും ദൈവജനത്തെ വാഗ്ദത്തം നിറവേറ്റാൻ, യേശു പറഞ്ഞത് നിറവേറ്റാൻ സ്വർഗം ചിലരെ ആക്കി വെക്കാൻ പോകുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹൃദയത്തിനകത്ത് അധികം വിശദീകരിക്കാതെ പറയാം. 2, 3, 4, 5 കൊല്ലമൊക്കെ ആയി. അപേക്ഷ കൊടുത്തിട്ടു, പരീക്ഷ എഴുതി, സ്തോത്രം, അതിൻ്റെ ഫയൽ ഇതൊക്കെ ചെയ്തിട്ടും കൽപ്പനയാവില്ല. എന്ത് ചെയ്താൽ നമ്മുടെ വഴി തുറക്കുകയല്ല. അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്ന ചില വിഷയം ഈ പ്രാർത്ഥനയിൽ കൽപ്പനയാകും. കൈക്കൂലി കൊടുക്കണ്ട, ആരെ കാണാൻ പോകണ്ട, കർത്താവ് എഴുതിപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വിഷയത്തിൻ്റെ ഫയലിൽ ഒപ്പിടാൻ പറയും. ആ ഫയൽ മുക്കി വെച്ചിരിക്കുന്ന ആരാണെങ്കിലും പുറത്തെടുക്കാൻ പറയും. ദൈവത്തിന് അതിന് അധികാരമുണ്ട്. സ്വർഗം നിന്റെ വഴി അടച്ചവനോട് നിന്റെ ശുശ്രൂഷയെ ചെല്ലേണ്ടടുത്ത് ചെല്ലാതിരിക്കാൻ, നീ എത്തേണ്ടടുത്ത് എത്താതിരിക്കാൻ, നിന്നെ ആഗ്രഹിച്ചവർക്ക് നിന്നെ കിട്ടാതിരിക്കാൻ, അങ്ങനെ 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 പറയും. നിന്നെ ആഗ്രഹിച്ചവർക്ക് നിന്നെ കിട്ടാതിരിക്കാൻ, നിന്നെ അടച്ചിട്ടിരിക്കുന്ന ആത്മീക തടസ്സങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഓട്ടിക്കട്ടെ ദൈവം. ഇത് രാജ്യങ്ങളെ കൊണ്ട് കൽപ്പന എഴുതിപ്പിക്കുന്ന, അധികാരികളെ കൊണ്ട് കൽപ്പന എഴുതിപ്പിക്കുന്ന, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ കൊണ്ട് കൽപ്പന എഴുതിപ്പിക്കുന്ന, നിയമജ്ഞന്മാരെ കൊണ്ട് കൽപ്പന എഴുതിപ്പിക്കുന്ന കൂട്ടരാണ് പ്രാർത്ഥിക്കുന്ന ദൈവസഭ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ ഒരു കൽപ്പന വരും. ദൈവം അത് ചെയ്യും. ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അത് ചെയ്യും. നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടു. 10 രൂപ കൊടുക്കാതെ കാര്യം നടക്കും. കാരണം കൽപ്പന എഴുതാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി മാത്രം കൽപ്പന എഴുതാൻ. സ്തോത്രം. അങ്ങനെ കൽപ്പനയായി കപ്പലിൽ കയറി. പക്ഷെ കൽപ്പന വന്നതുകൊണ്ട് കാര്യം നടന്നു എന്ന് വിചാരിച്ചപ്പോൾ
പ്രശ്നം കപ്പലിൽ കയറിയപ്പോൾ അതിനേക്കാൾ വഷളാകുകയാണ്. ആ കപ്പൽ യാത്രയെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ കർത്തൃദാസൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും യോഗം നടക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ നിൽക്കുന്ന പുൾപിറ്റായിരിക്കാൻ സംഭവങ്ങളൊക്കെ നിങ്ങൾ പ്രസംഗ മധ്യത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. കപ്പലിൽ കയറിയ മാത്രയിൽ കാറ്റ് വിവിധ തരത്തിൽ ആഞ്ഞടിച്ചു, വലിയ പ്രശ്നമാകുക. ഗുരുതരമായ പ്രശ്നത്തിലേക്ക് എത്തുമ്പോൾ 14 രാത്രിയായി വണ്ടി കയറിയെങ്കിലും വണ്ടി നീങ്ങിയല്ല, കാറ്റടിച്ച് കറക്കുക. ഇങ്ങനെ കിടക്കുമ്പോൾ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. ദർശനം 27-9-10 വാക്യങ്ങളിലാണ്. ഒന്ന് വായിച്ചു നോക്കാമോ? 27-9-10 വാക്യങ്ങളിൽ. ഇങ്ങനെ വളരെ നാൾ, ഈ കപ്പലിൽ കയറിയിട്ട് കുറേ നാളായി, വളരെ നാളായി. ഇപ്പം ദിവസങ്ങൾ പറഞ്ഞിട്ടില്ല, കുറേ ദിവസം. ഇത് കൂടിക്കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് എത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എത്തേണ്ടതാണ്. പക്ഷേ കൽപ്പനയായിട്ടും അക്കരെ എത്തിക്കാത്തത്, അതിനെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോവാ ദൈവം. ഓർഡർ വന്നിട്ടും നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുകയില്ല. ഇങ്ങനെ കുറേ നാളായി. എങ്ങനെ? ഇങ്ങനെ തടസ്സം, ഇങ്ങനെ കറങ്ങൽ, ഇങ്ങനെ അലച്ചിൽ, ഇങ്ങനെ പ്രയാസം, ഇങ്ങനെ കിടന്ന് വട്ടം കറക്കൽ. ഇതിങ്ങനെ കുറേ നാളായി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഇപ്പം ഈ പ്രശ്നത്തിൽ അകപ്പെട്ടതുപോലെ ഇങ്ങനെയായിട്ട് കുറേ നാളായി ഇന്ന് നിങ്ങൾക്കൊരു ഭാരം ഉണ്ടെങ്കിൽ ആ സമയം ഇന്ന് രാത്രി തീരുക. കുറേ നാളായി ഈ രോഗം, ഇങ്ങനെ കുറേ നാളായി, ഇങ്ങനെ കുറേ നാളായി. ആരാധനയ്ക്കും വരികയില്ല, പ്രാർത്ഥനയ്ക്കും വരികയില്ല. ഇങ്ങനെ കുറേ നാളായി, ഇങ്ങനെ കുറേ നാളായി. കുറേ വിഷയം ഇതിനകത്ത് ഇന്ന് രാത്രിയുണ്ട്. സ്തോത്രം. ഞാൻ ആ കൊച്ചു വാക്കിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന പറയുക. നിന്നെ കാണുമ്പോൾ ചുമ്മാ പ്രകോപനം ഉണ്ടാക്കുക. ഇങ്ങനെ കുറേ നാളായി. സ്തോത്രം. നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നിടത്തോളം തലേ കയറുക. അതിനെ ഇന്ന് രാത്രി ദൈവം വെട്ടും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഒച്ച കേട്ടാൽ, നിന്റെ പാട്ട് കേട്ടാൽ, സ്തോത്രം, ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയം, ഇങ്ങനെ കുറേ നാളായി ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദൈവമേ, ഇതിങ്ങനെ പോയാൽ എന്താകുമെന്ന് അറിയില്ല ദൈവമേ, ഞാനും എൻ്റെ പിള്ളേരും എങ്ങും എത്തൂല ദൈവമേ, ഞങ്ങൾ കപ്പലിൽ കയറി ദൈവമേ, എന്നിട്ടും എങ്ങും എത്തുന്നില്ല ദൈവമേ, ഞങ്ങൾ സഭയാകുന്ന കപ്പലിൽ വന്നു, ഞങ്ങൾ ദൈവദാസന്റെ കൈക്കീഴെ വന്നു, ഞങ്ങൾ സ്നാനപ്പെട്ടു, ഞങ്ങൾ കൽപ്പന അനുസരിച്ചു, എന്നിട്ടും ഇങ്ങനെ കുറെ നാളായി കറക്കി നിർത്തിയിരിക്കുകയെന്ന് നിങ്ങൾക്കൊരു പരിഭവം ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് രാത്രി ആ പഴുതടയ്ക്കുന്ന രാത്രിയാണ്. പഴയ നിയമത്തിലെ ഹന്നയോട് ചോദിച്ചാൽ പറയും, ഇങ്ങനെ കുറെ നാളായി പാസ്റ്ററേ, ഞാൻ എന്ന് യോഗത്തിന് പോകാൻ ഇറങ്ങിയാലും ഇവരെന്നെ അങ്ങ് കുത്തിപ്പിടിച്ച് പ്രാകുക, ഇവരെന്നെ അങ്ങ് വേദനിപ്പിക്കുക. ഇങ്ങനെ കുറേ നാളായി, ഇങ്ങനെ കുറേ നാളായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്ര. ചന്ദ്രരോഗമുള്ള മാനം കൊണ്ട് വന്ന അപ്പനോട് ചോദിച്ചാൽ പറയും, എന്റെ കർത്താവേ, ഇങ്ങനെ കുറേ നാളായി ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുക. ഇങ്ങനെ കുറേ നാളായി, ഇങ്ങനെ കുറേ നാളായി. ആരോടൊക്കെ ദൈവം പറയുന്നു, ഈ സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ ഇങ്ങനെ കുറേ നാളായി, ഇങ്ങനെ കുറേ നാളായി. ഇങ്ങനെ കുറെ നാളായി എന്നെ വേദനിപ്പിക്കുക, എന്നെ ഉപദ്രവിക്കുക, എന്നെ മാനസികമായി തളർത്തുക, എന്റെ ആരാധനയെ ബാധിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. ഇങ്ങനെ കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ കരയും. 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഇതുപോലെ ഉപവാസം വെക്കും. 10 രൂപ കൈ കിട്ടിയാൽ ആരെങ്കിലും വിളിച്ചതുപോലെ കോടി അടയിരിക്കും പോലെ ഇരിക്കും. ഞങ്ങളോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ കപ്പലെ കയറിയത്. പക്ഷെ ഇതിനകത്ത് കയറിയിട്ടും ഇങ്ങനെ കുറേ നാളായി, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ കുറേ നാളായി, ഇതുപോലെ കരഞ്ഞിട്ടും ഇങ്ങനെ കുറേ നാളായി. ഈ വിഷയമെല്ലാം അറിയുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി സ്വർഗ്ഗം അത് ചെയ്യുക. അങ്ങനെ പൗലോസ് കാണുകയാണ്. എന്താ കണ്ടത്? സ്തോത്രം. അയാൾ കാണുന്നു ഈ യാത്രയിൽ സംഭവിപ്പാനിരിക്കുന്ന പുരുഷന്മാരെ, യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനും കൂടെ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, നമ്മുടെ
പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. വാക്കിനർത്ഥം, ഈ യാത്രയിൽ പൗലോസ് കാണുന്നു, കർത്താവ് കാര്യം ഇറ്റലി ചെല്ലാനൊക്കെ പറഞ്ഞു, ഒരു കണക്കിന് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് വിസയും കിട്ടി, വണ്ടി കയറുകയും ചെയ്തു. പക്ഷെ വണ്ടി കയറിക്കഴിഞ്ഞപ്പോൾ, കര വിട്ട് വെള്ളത്തിലായി കഴിഞ്ഞപ്പോൾ അയാളൊരു ദർശനം, എനിക്ക് തോന്നുന്നു എന്നല്ല, ഞാൻ കാണുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അയാൾ കാണുകയാണ്, ഈ കയറിയ കപ്പലും തകരും, ചരക്കും പോകും, മാത്രമല്ല നമ്മളിൽ ചിലരുടെ പ്രാണനും പോകും. പ്രാണൻ പോകുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നല്ലേ എൻ്റെ അർത്ഥം. ഇത് കപ്പൽ പ്രമാണിയോട് പറഞ്ഞു, അല്ല സോദരി, ഇത് ശതാധിപനോട് പറഞ്ഞു. അദ്ദേഹം ശതാധിപൻ ചെന്ന് കപ്പൽ പ്രമാണിയോട് പറഞ്ഞു. അപ്പം ഞാൻ ആ ഏലിയുടെ കാര്യം പറഞ്ഞ പോലെ, ഏലിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ, അതുപോലെ പൗലോസ് പറഞ്ഞു, സാറേ ഞാൻ ഇന്നലെ രാത്രി വ്യക്തമായി, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്, എന്നോട് ദൈവം ഇടപെടാറുണ്ട്, ഞാൻ ഇന്നലെ രാത്രി വ്യക്തമായി കണ്ടു, ഈ യാത്രയിൽ നമ്മുടെ ചരക്കും കപ്പലും പൊട്ടും, നമ്മൾ ചിലർ ഈ വെള്ളത്തിൽ മരിക്കും. ശതാധിപൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാല്ല. പുള്ളി എന്ന് കപ്പൽ പ്രമാണിയോടും മാലൂമിയോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതാരായി പറഞ്ഞേ? ഞങ്ങളുടെ കൂടെ ഒരു കുറ്റവാളിയാണ്, പക്ഷെ എപ്പോഴും നോക്കിയാലും ഇയാൾ പ്രാർത്ഥന തന്നെയാണ്. അന്നേരം ഈ കപ്പൽ പ്രമാണിയും മാലൂമിയും പറഞ്ഞു, ഈ വണ്ടി ദിവസത്തിൽ 3 പ്രാവശ്യം കാഞ്ഞിരംകുളം കിഴക്കേക്കോട്ട ട്രിപ്പ് അടിക്കുന്ന വണ്ടി പോലെ എന്നും ഈ വെള്ളത്തിൽ കൂടെ പോകുന്നതാണ്. അവൻ ആദ്യമായിട്ട് കപ്പലിൽ കയറിൻ്റെ കടൽ ചുരുക്കോമറ്റയാണ്. അതുകൊണ്ട് സ്തോത്രം, ഞങ്ങളിതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്, മര്യാദയ്ക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ, കമ്പി പിടിച്ചിരുന്നോളാൻ പറയാൻ പറഞ്ഞു. അതിനർത്ഥം ഏലി പ്രതികരിച്ചവർ അവർ പ്രതികരിച്ചു. പക്ഷെ ഇത് പുതിയ നിയമം, അതിൻ്റെ പേരിൽ വേറെ വ്യത്യാസം പറഞ്ഞോ. അങ്ങനെ ഇവർ വിശ്വസിച്ചില്ല, ദൈവത്തിൻ്റെ ദൂത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ ഒരു വിശ്വാസം പറയാം, പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇത് സംഭവിക്കരുതേ എന്ന് പറയാൻ കാരണം എന്താ? ഈ അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിച്ചേ, 22. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും. 10-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? 10-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്. പ്രാണനും ഏറിയ കഷ്ടനഷ്ടങ്ങൾ അഥവാ ഹാനി വരുമെന്ന് എഴുതി. പക്ഷെ 22-ൽ വന്നപ്പോൾ എന്താ പറഞ്ഞു? സാറേ വിഷമിക്കണ്ട, എന്താ കാര്യം? കപ്പലിനല്ലാതെ ആരുടെ പ്രാണന് ഹാനി വരില്ല. അതിനെ 10-ാം വാക്യത്തിൽ പ്രാണന് ഹാനി വരുമെന്നും പറഞ്ഞു. പിന്നെ 22 അപ്പപ്പം മാറ്റി മാറ്റി പറയുന്നത് എന്താ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പേപ്പ മാറ്റി പറയുന്ന ഒരു ശുശ്രൂഷകനല്ല പൗലോസ്, നമുക്കറിയാലോ. പക്ഷെ എന്തുകൊണ്ട് 10-ാം വാക്യത്തിൽ പ്രാണന് ഹാനി വരുമെന്ന് പറഞ്ഞിട്ട് 22-ൽ പ്രാണന് ഹാനി വരില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാനിങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് വായിച്ച് പറഞ്ഞു. ഇവിടെ ദൈവം പറഞ്ഞു, അവിടെ കിടന്ന് തപ്പിയൊന്നും കിട്ടിയല്ല എന്നാന്ന്. അതറിയണമെങ്കിൽ നീ ഹിസ്കിയാവിനോട് ചോദിക്കണം, ദൂത് മാറി വരുന്നത് എങ്ങനെയാന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടി കിട്ടി. പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ പെട്ടെന്ന് പിടി കിട്ടി. യെശയ്യാ 38 സംഭവം ഉണ്ടെന്നറിയാം. ഞാൻ പെട്ടെന്ന് വായിച്ചു നോക്കി. അതിനകത്ത് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, കാലത്ത് 10 മണിയായപ്പോൾ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നീ മരിച്ചു പോകും ഗ്രഹകാര്യം ക്രമിച്ചലാക്കാൻ. 10 ആയപ്പോൾ ആളിനെ വന്നിട്ട് പറഞ്ഞു, മരിക്കൂല, ഇഷ്ടമുള്ള കഴിച്ചോളാൻ. സ്തോത്രം, മനസ്സിലായോ? അപ്പം ഇതിനിടയിൽ എന്തോ സംഭവിച്ചു. ഏലിയെ പോലെ പ്രതികരിച്ചായിരുന്നെങ്കിൽ അന്ന് തന്നെ ശവടക്കാണെന്നേനെ. പക്ഷേ ഈ മനുഷ്യൻ ചുമരിലേക്ക് തിരിഞ്ഞു കിടന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നേരോടെ നടന്നത്, അങ്ങയെ പ്രസാദിപ്പിച്ചത്, അങ്ങയ്ക്കിഷ്ടമുള്ളത് ചെയ്തത് അങ്ങ് ഓർക്കണം. ഇത്രയും പറഞ്ഞുള്ളൂ. പ്രാണന് ഹാനി വരുമെന്ന് പറഞ്ഞ ദൂത് പ്രാണന് ഹാനി വരില്ലെന്ന് തിരുത്തി ദൈവം. അപ്പം ഇന്ന് രാത്രി ഞാൻ പറയാൻ വന്ന ദൂത് പറയട്ടെ. സ്തോത്രം, നിന്റെ കയ്യിലാ താക്കോലിരിക്കുന്നത്, നിന്റെ പ്രതികരണത്തിലാ താക്കോലിരിക്കുന്നത്. ഇത് തകരുമെന്ന് ആരൊക്കെ തലേ കൈവച്ച് പ്രാഗിട്ട് പോയാലും, സ്തോത്രം, നീ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പറയും, നീ ചുമ്മാതിരിക്കും, ഞാനല്ലേ തീരുമാനിക്കുന്നത്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഞാനല്ലേ, അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നത് ഞാനല്ലേ എന്ന് പറയുന്നൊരു ദൈവം നമുക്കില്ലേ? സ്വർഗം ഇന്ന് രാത്രി
ഞാൻ വളരെ ക്രീമായ ചില വാക്കുകൾ എടുത്തു തരികയാണ്. വളരെ ക്രീമായ ചില വാക്കുകൾ എടുത്തു തരിക. സ്തോത്രം, ഹല്ലേലൂയ. ഈ യോഗത്തിൽ ദൂത് മാറി വരും. സ്തോത്രം. ഏത് ദൂത്? ഇന്നലകളിലെ ഉപവാസങ്ങൾക്കകത്ത് നീ കണ്ട കാഴ്ചപ്പാട് തെറ്റൊന്നുമല്ല. ചിലത് സംഭവിക്കും, ചിലത് നടക്കുമെന്നൊക്കെ പറഞ്ഞത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീരുമാനിക്കും അത് നടക്കില്ല. ചിലത് തകരും, ചിലത് പൊളിയും. സ്തോത്രം. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം ദൂത് മാറ്റും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ദൂത് മാറ്റിയെടുക്കാൻ പറ്റും. വെറുതെ അല്ല. പ്രതികരണത്തെക്കുറിച്ച് രാവിലെയും വൈകുന്നേരവും ദൈവം പറഞ്ഞത് ഈ ദൂതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂതിൻ്റെ ചാന്തെന്ന് പറയുന്നത്, സ്തോത്ര ഹല്ലേലൂയ, ഇതിനെ ഉറപ്പിക്കുന്നത്, ഈ ദൂതിനെ ഉറപ്പിക്കുന്നത് ഈ ഒരു വാക്ക് പ്രതികരണത്തിനകത്താണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സഭയിലുള്ള മറ്റുള്ളവരോടും കൂടി പറഞ്ഞേക്കണം, ഇന്ന് 17 ദിവസമായുള്ളൂ. ഇനി ബാക്കി സ്തോത്രം വേഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസത്തോടെ ഉണ്ട്. റോയൽ ചാൻസാണ്. നിന്റെ മീതെ കിടക്കുന്ന പല ദൂതും മാറി വരുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ലീവ് എടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ദൂത് മാറി വരുമെന്ന് ധൈര്യമായി പറഞ്ഞു. പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു ഞാൻ, ദൂത് മാറി വരും, ദൂത് മാറി വരും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ മാറി വരും. അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും, മരണം മാറിപ്പോകും, ഡയാലിസിസ് ചെയ്യേണ്ടി വരില്ല, ബൈപ്പാസ് ചെയ്യേണ്ടി വരില്ല, മരുന്ന് കഴിക്കേണ്ടി വരില്ല. സ്വർഗം ദൂത് മാറ്റി വിടും. ഓ, പ്രാർത്ഥിച്ചു നോക്ക്, ഉപവസിച്ചു നോക്ക്, സഭയുടെ കൂടെ 2-3 ദിവസം വന്ന് ഇരുന്ന് നോക്ക്. കാര്യം മാറുന്നത് ദൈവാത്മാവ് കാണിച്ചു തരും. ഈ ദൂത് പറയാൻ എന്നെ വിട്ട കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് അവധി ഉള്ള ആഴ്ചയാ. എന്നാലും സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയാം, വെള്ളി, ശനി, ഞായറൊക്കെ ലീവ് എടുത്ത് വന്നിരുന്ന് ഉപവാസം ഇരിക്കും. ഓൺലൈനിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഈ സഭയെ അടുത്തറിഞ്ഞ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, ശുശ്രൂഷ അനുഭവിക്കുക. നിങ്ങളുടെ മേൽ കിടക്കുന്ന പല ദൂതും മാറി വരും. സ്തോത്രം. പൊളിയും തകരുമെന്ന് എഴുതി വെച്ചത് ദൈവം മാറ്റിക്കളയും. ഉടയുമെന്ന് എഴുതി വെച്ചത് മാറ്റിക്കളയും. നീ കണ്ട കാഴ്ചപ്പാട് ശരിയാണ്, ഹാനി വരും, കഷ്ടം വരും എന്ന് എഴുതിയത് സ്വർഗം തുടച്ചു കളയും. ഓ, ലാസ്റ്റ് വാക്ക്, ലാസ്റ്റ് വാക്ക്, ലാസ്റ്റ് വാക്ക്. വായിച്ച കുറിവാക്യത്തിലേക്ക് എത്താം, കുറിവാക്യത്തിലേക്ക് എത്താം. നന്ദി രാജാവേ, നന്ദി കർത്താവേ. ഞാൻ ആ കുറിവാക്യത്തിലേക്ക് എത്താം. കാരണം പരിശുദ്ധാത്മാവ് ഭയങ്കരമായി. ഇനി കൂടുതൽ വർത്താനം പറഞ്ഞു നിൽക്കുകയല്ല, ഇത് ദൂത് കിട്ടി. ഇനി ഇതിനെ ആത്മാവിൽ ആരാധിച്ച് പിടിച്ചെടുക്കുക വേണ്ടേ. ഈ രാത്രിത്തെ ദൂതിനകത്ത് അധികം വിശദീകരണമൊന്നുമില്ല. മനസ്സിലാകുന്നവർക്ക് കൈ പിടിച്ചു തരിക. സ്തോത്രം. ഒന്നാമത്തെ ദൂത്, ദൈവം കൽപ്പന എഴുതിക്കാത്തവനെ കൊണ്ട് കൽപ്പന എഴുതിക്കും. രണ്ടാമത്തെ ദൂത്, സംഭവിക്കുമെന്ന് കണ്ട എഴുതിയ സംഭവം ദൈവം മാറ്റിക്കളയും. മൂന്നാമത്തോടെ പറഞ്ഞ് ഞാൻ ആരാധനയിലേക്ക് കിടക്കാം. നമ്മൾ വായിച്ച കുറിവാക്യം കണ്ടോ? അങ്ങനെ സ്തോത്രം മുമ്പോട്ട് പോയപ്പോൾ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. പൗലോസിനോട് പറഞ്ഞു, പൗലോസെ ഭയപ്പെടണ്ട, കാറ്റും കോളും തിരമാലയൊക്കെ ഉണ്ട്, കപ്പലാടി ഉലയ്യ, പക്ഷെ നീ കൈസരുടെ മുമ്പിൽ നിൽക്കണ്ടെന്നാ. അതുകൊണ്ട് നിനക്കൊരു ദോഷം വരികയല്ല. ഈ കപ്പൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ആ വാക്കാണ് പാസ്റ്ററെ എന്നെ വാസ്തവത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. പ്രാർത്ഥിച്ചു എന്നൊരു വാക്ക് കാരണം എന്താ? പ്രാർത്ഥിക്കാത്തവൻ ആത്മാക്കളെ കൊടുക്കുകയല്ല ദൈവം. ഇവിടെ എന്താ പറഞ്ഞത്? 276 യാത്രക്കാരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ബൈബിളിലെ വ്യവസ്ഥ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ തരാം. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ, ഈ കപ്പലിൽ കയറിയവരൊക്കെ ലക്ഷറി ടിക്കറ്റ് കയറിയവരുണ്ട്, സുഖവാസത്തിന് പോകുന്നവരുണ്ട്, റോമിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, ജയിൽ പുള്ളികളുണ്ട്, പട്ടാളക്കാരുണ്ട്, അങ്ങനെ പലരും ഇവരാരാന്നറിയില്ല. പക്ഷെ ഒരു ആത്മീകന്റെ ലക്ഷണമാണ്, ഇവരെ എനിക്ക് തരണം, ഇവർ നശിച്ചു പോകരുത്,
ഇവര് നരകത്തിൽ പോകരുത്. അങ്ങനെ പ്രാർത്ഥിച്ചവന് ദൈവം 276 പേരെയും ദൈവം എടുത്ത് എഴുതി കൊടുത്തു. നിനക്കിരിക്കട്ടെ ഇത്. തൊടുന്നത് മുഴുവൻ ദൂതാ. സ്വർഗം പറയുന്നു, ദേശത്തിന്റെ പേരെഴുതി വെച്ച്, കുടുംബങ്ങളുടെ പേരെഴുതി വെച്ച്, ചില വ്യക്തികളുടെ പേരെഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം ആ നാട് തരും. നിനക്ക് ദൈവം ആ പഞ്ചായത്ത് തരും. നിനക്ക് ദൈവം ആ കുടുംബക്കാരെ തരും. യേശുവിന്റെ നാമത്തിൽ 276 പേരും നിനക്കിരിക്കട്ടെ. നിനക്കിരിക്കട്ടെ. ഞാൻ ഈ പുസ്തകം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയാലും പറയാം, വേണ്ടും വണ്ണം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവാണ് പരമാധികാരി. ഇപ്പൊ തോളെ സ്റ്റാർ ഉള്ളവനും കപ്പൽ ഓടിക്കുന്നവനും ആദ്യം ഇത് തകരൂന്ന് പറഞ്ഞപ്പോൾ അവിശ്വസിച്ചവനെ എല്ലാം ദൈവം പൗലോസിന്റെ കൈ കൊടുത്തു. മൊത്തം ഇങ്ങനെയുടെ കയ്യിലാ. സ്തോത്രം. ദൈവം തന്നാൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും? സ്തോത്രം. മനസ്സിലായോ? കപ്പലിനകത്താണെങ്കിലും പ്രാർത്ഥിച്ചു, മൊത്തം എണ്ണത്തിന് ദൈവം കൊടുത്തു. അപ്പൊ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഒറ്റയാളെപ്പോലും കളയുകയല്ല, എല്ലാവരെയും നിനക്ക് തരിക. ഇങ്ങനെ പറഞ്ഞിട്ട് പൗലോസ് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പറഞ്ഞു, എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു നമുക്കാർക്കൊരു ദോഷം പറ്റി, നിങ്ങൾ കരയാതിരിക്കുക, ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞ് ക്യാൻറ്റീനിൽ പോയി ഒരു ബ്രെഡിൻ്റെ പൊതി പോലെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇദ്ദേഹം എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് ഇദ്ദേഹം എന്നിട്ടും കഴിക്കുന്നില്ല. കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിനകത്ത് ആഹാരം കഴിക്കാൻ പറ്റുമോ? നിർബന്ധിച്ച് പുള്ളി ഒരു ബ്രെഡ് എടുത്ത് തിന്നാൻ വേണ്ടി വായിലേക്ക് വെക്കുകയും ഒരു ഊറ്റൻ തിരമാല വന്ന് കപ്പലിൽ അടിക്കുകയും കപ്പൽ തകർന്ന് പീസ് പീസായിപ്പോയി. അപ്പോഴും നമുക്ക് തോന്നും, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇവിടെ വെച്ചങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു, ഇനി ഇയാൾ കൊണ്ടുപോയി തീ കെടുത്തിയാൽ നിർത്തത്തുള്ളെന്ന്. സ്വത്രം. കാരണം എന്താ? കാരണം ഇത്ര നല്ലത്. പക്ഷേ ഇവിടെ വെച്ച് ഇതൊക്കെ പറഞ്ഞിട്ടും കപ്പൽ പലകയായി പൊളിഞ്ഞു പോയി എന്ന് എഴുതിയിരിക്കുന്നത്. ഒറ്റ തിരമാല അടിച്ചു. പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് നിന്നതാണ്. അപ്പം വായിലേക്ക് വെച്ചോളൂ, ഒറ്റയടി. അങ്ങനെ കപ്പൽ തകർന്നു, പലകകൾ വേറിട്ടു. 276 പേര് ഇപ്പം കപ്പലിലല്ല, വെള്ളത്തിലാണ്. അപ്പോൾ പട്ടാളക്കാർ ചെന്ന് കുറ്റവാളികളെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി വെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശതാധിപൻ പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ സഭയ്ക്കുള്ള ദൂതിൻ്റെ കുറിവാക്യം. പെട്ടെന്ന് ശതാധിപൻ വിളിച്ചു പറയുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. വിളിച്ചു പറയുന്നു, ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട്, അടുത്ത വാക്യതാണ്. അദ്ദേഹം വിളിച്ചു പറയുന്നു, കപ്പല് ആടി എല്ലാവരും വെള്ളത്തിൽ കിടക്കുക, ഉപ്പ് വെള്ളത്തിൽ കിടന്നുകൊണ്ട് മരം കൊച്ചുന്ന തണുപ്പത്ത് യൂറോപ്പിലെ ഈ സ്തോത്രം ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് മുങ്ങിത്താഴുക. 276 പേര്. നിങ്ങളുടെ രംഗം ഒന്ന് കണ്ടേ. സ്തോത്രം. മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോക്കുക. അപ്പോൾ പട്ടാളക്കാരൻ്റെ ശതാധിപൻ വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? നീന്തുവാൻ കഴിവുള്ളവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റ്, ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുമേലുമായി എത്തുവാൻ കൽപ്പിച്ചു. ഈ വാക്യത്തിനകത്ത്, ഈ കപ്പലിനകത്ത് പലതരം ആൾക്കാരുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തപ്പോൾ. പക്ഷെ ഇപ്പോൾ കപ്പൽ പൊളിഞ്ഞപ്പോൾ ഇപ്പം ഈ കപ്പൽ 2 കൂട്ടരേ ഉള്ളൂ. ഇയാൾ കോടീശ്വരനായിരിക്കാം, ബിസിനസ് ഇതൊക്കെ ആയിരിക്കാം, പക്ഷെ വെള്ളത്തിൽ കിടക്കുമ്പോൾ 2 കൂട്ടരേ ഉള്ളൂ. ശതാധിപൻ വിളിച്ചു പറയുന്നു, 1 കഴിവുള്ളവര്, 2 കഴിവില്ലാത്തവര്. അങ്ങനെ എൻ്റെ വായിച്ചേ. കഴിവുള്ളവർ, കഴിവില്ലാത്തവർ. ആ അനൗൺസ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറഞ്ഞത്? കഴിവുള്ളവർ. എന്തിന് കഴിവുള്ളവർ? കടലിൽ ചാടാൻ കഴിവുള്ളവർ, നീന്താൻ കഴിവുള്ളവർ, കരപറ്റാൻ കഴിവുള്ളവർ. അങ്ങനെ ചിലരുണ്ട്. കടലിൽ ചാടാൻ കഴിവുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ ഇവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങളാരും ചാടരുത്. എന്നെ ദൈവത്തെ ഓർത്ത് തള്ളിയിടരുത്. കാരണം നമുക്ക് കഴിവില്ല. തോട്ടിൽ പോലും ചാടാൻ കഴിവില്ലാത്തവനാ. എല്ലാവർക്കും ഇല്ല. ചിലർക്ക് കാണാൻ പറ്റില്ല. ചാടിയാൽ പോരല്ലോ. ഏത് കടല പാസ്രേ? 14 ദിവസമായിട്ട് കലിതുള്ളി നിൽക്കുന്ന സുനാമി തിരകൾ വന്ന് ആഞ്ഞടിക്കുന്ന കടലിലേക്ക് ചാടാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? ഒരുമാതിരിപ്പെട്ടവർക്ക് അതിന് കഴിവില്ല. ഇനി ഇതുപോലെ തിരമാല ആഞ്ഞടിക്കുന്ന കടലിൽ നീന്താൻ പറഞ്ഞാൽ ആർക്ക് പറ്റും? കഴിവില്ല അതിന്. കരപറ്റുക. ഞാൻ വാക്കിനെ കുറച്ചുകൂടെ പരത്തി പറയാം. നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ കൂടെ വളർന്നവരും നമ്മുടെ ആങ്ങളെയൊക്കെ കരപറ്റി, ആങ്ങളുടെ പിള്ളേരും കരപറ്റി.
നമ്മുടെ കൊച്ച് 5 പ്രാവശ്യം IAS എഴുതിയിട്ടും കര പറ്റാതെ ഇവിടെ കിടക്കുക. അതിനെ കുറ്റം കൊണ്ട് കഥയില്ല. ഇതൊക്കെ ഒരു കഴിവാ. കഴിവുള്ളവൻ കരപറ്റും, കാശുള്ളവൻ കരപറ്റും. ഇല്ലാത്തവൻ ഇവിടെ കപ്പലണ്ടി കച്ചവടം നടത്തട്ടെ എന്ന് പറയുന്ന പുസ്തകം അല്ല ഇത്. അത് പറയാനാ ഞാനീ വരുന്നേ. കഴിവുള്ളവനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കഴിവുള്ളവർക്ക് മാത്രം അവസരം കൊടുക്കുന്ന, കഴിവുള്ളവരെ മാത്രം ഉയർത്തുന്ന ഒരു ലോകമാണിത്. പക്ഷെ എന്റെ ദൈവം നിന്നെ സഭയെ കയറ്റിയത് കഴിവുള്ളവർ ഉയരുന്നത് കാണാനല്ല, കഴിവില്ലാത്ത നിനക്കൊരു ചാൻസ് തരാനാണ്. ഇന്ന് രാത്രി നമ്മൾ ആരാധനയിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ കേട്ടേ, നിങ്ങൾ ആ കൊച്ചിന് വഴക്ക് പറയാതെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയണം, സ്തോത്രം. ദൈവത്തോട് പറയണം, എൻ്റെ കുഞ്ഞിന് കഴിവില്ല കർത്താവേ, എൻ്റെ കുഞ്ഞിന് കഴിവില്ല. സ്തോത്രം. എൻ്റെ കുഞ്ഞിന് കഴിവില്ല, പിടിച്ചു നിൽക്കാൻ കഴിവില്ല, തന്നെത്താനെ നിൽക്കാൻ കഴിവില്ല. സ്തോത്രം. കഴിവില്ലാത്ത ചിലർ ഇതിനകത്തുണ്ട്. കർത്തൃദാസന്മാരായി നമ്മൾ പറയണം, എൻ്റെ കർത്താവെ, കഴിവുള്ളവരെ മാത്രമല്ല, എൻ്റെ സഭയിൽ കഴിവില്ലാത്ത ചിലരുണ്ട്. കണ്ണുനീരോടെ ചങ്ക് പൊട്ടി പറഞ്ഞാൽ അവരുടെ രാത്രിയാണ് ഈ 17-ാം രാത്രി. ശതാധിപൻ പറഞ്ഞു, കഴിവുള്ളവരൊക്കെ ചാടിക്കോ, കഴിവുള്ളവരൊക്കെ കരപറ്റിക്കോ. നിന്നെ വിദേശത്ത് കൊണ്ടുവരാൻ ബന്ധമുള്ളവർ, സ്തോത്രം, ബാങ്കിൽ 10 ലക്ഷം രൂപ കാണിക്കാൻ കാശുള്ളവൻ, അവനൊക്കെ കരപറ്റും. ഇതൊന്നും ഇല്ലാത്ത, ലോൺ എടുക്കാൻ സ്വന്തമായിട്ട് കിടക്കാടം പോലും ഇല്ലാത്ത നീ എങ്ങനെ കരപറ്റും? നിന്റെ മോൾ എങ്ങനെ കരപറ്റും? കണ്ടോ, ഈ വർഷം തീരുന്നതിനേക്കാൾ മുമ്പ് കഴിവില്ലാത്തവനെ കരപറ്റിക്കുന്നൊരു ദൈവമുണ്ട്. ജന്മം കൊണ്ട് കഴിവില്ലാതെ പോയവർ, പഠിക്കാൻ പോയ കാലത്ത് ബുദ്ധിയില്ലാത്തത് കൊണ്ട് കഴിവില്ലാതെ പോയവർ, നമ്മുടെ നാട്ടിലേക്കുള്ള ബസ്സിൻ്റെ ബോർഡ് മലയാളത്തിലാണെങ്കിൽ കട്ടി വായിക്കും, വേറൊരു ഭാഷ വായിക്കാൻ അറിയാത്തവർ, അങ്ങനെ കഴിവില്ലാത്ത പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വാക്ക് ഇങ്ങനെ ശതാധിപൻ പറഞ്ഞത്, കഴിവുള്ളവരൊക്കെ ചാട്, കഴിവുള്ളവരൊക്കെ നീന്ത്, കഴിവുള്ളവരൊക്കെ പലകേഷ്, കഴിവുള്ളവരെല്ലാം കരപറ്റ്. എന്നിട്ട് പറഞ്ഞു, കഴിവില്ലാത്ത ആരെങ്കിലും കടയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോവുക, നിങ്ങൾ അനുഭവിച്ചോ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞെന്നറിയാമോ? കഴിവില്ലാത്തവരാണെങ്കിൽ പലകയിൽ പിടിച്ച് രക്ഷപ്പെട്ടോ. വാക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ദൂത് പറയാം. കഴിവില്ലാത്തവർക്ക് വേണ്ടി എൻ്റെ കർത്താവ്, നീ വെള്ളത്തിൽ നിലയില്ലാതെ പതഞ്ഞു കിടക്കുമ്പോൾ ആരും ലൈഫ് ബോട്ടും കൊണ്ടും വരികയല്ല, ലൈഫ് ജാക്കറ്റും തരികയല്ല. പക്ഷെ നീ കരഞ്ഞ് പതച്ച് കിടക്കുമ്പോൾ നിന്റെ മുമ്പിലേക്ക് ദൈവം ഒരു പലക ഒഴുക്കി വിടും. അത് ചിലപ്പോൾ ആരാന്ന് പറയാനൊക്കില്ല. നിന്റെ കൂടെ പണ്ട് പഠിച്ച് ഇന്ന് നല്ലൊരു രാജ്യത്ത് കുടുംബമായി താമസിക്കുന്ന ഒരാൾ നാട്ടിൽ വന്നതായിരിക്കും. ചിലപ്പോൾ പലക ഒഴുകി വരുന്നത് പോലെ, സ്തോത്രം, നീ ഒരു കടയിൽ നിൽക്കുമ്പോഴോ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോഴോ അവിടെ ആ പലക ഒഴുകി വരും. അവരുടെ ആ കൂടിക്കാഴ്ച ചിലപ്പോൾ നിന്റെ ഫോൺ നമ്പർ മേടിക്കുന്നത് നിന്റെ തലമുറ രക്ഷപ്പെടാനൊരു വഴിയാകും. നിന്നെ എത്രയോ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നറിയാമോ? നിന്നെ കരപറ്റിക്കാനൊരു വഴിയാകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് കഴിവുള്ളവരുടെ മാത്രം മാർഗമല്ല, കഴിവില്ലാത്തവരെ കരപറ്റിക്കുന്ന മാർഗമാണ് സഭയുടെ മാർഗം, യേശുവിന്റെ മാർഗം. ഈ ഉപവാസം വെച്ചിരിക്കുന്നത് കഴിവുള്ളവരുടെ കാശ് മേടിക്കാനല്ല, കഴിവില്ലാത്തവരെ കരപറ്റിക്കാനാണ്. കഴിവില്ലാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ ഞെട്ടിപ്പിച്ചതിന് ഒത്തിരി സ്തോത്രം പറഞ്ഞ വാക്ക് അടുത്ത വാക്കാണ്. അങ്ങനെ എല്ലാവരും, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ, എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസിൻ്റെ കയ്യിലേൽപ്പിച്ച 276 പേരിൽ ഒരുത്തൻ പോലും ഉപ്പുവെള്ളം കുടിച്ച് ചത്തില്ല. ഞാൻ സുനിൽ പാസ്റ്ററോട് ഒരു സഹോദരനെ പോലെ പ്രവചനം പറഞ്ഞിട്ട് പോകാം. നിങ്ങളെ ഏൽപ്പിച്ച ഒരാൾ പോലും കരപറ്റാതിരിക്കുകയല്ല. നിങ്ങളെ ഏൽപ്പിച്ചവർ, അവിടെ നീന്താൻ കഴിവില്ലാത്തവരുണ്ട്, സ്വത്രാഴ്ച ഇടാൻ വഴിയില്ലാത്തവരുണ്ട്, 10 വട്ടം പറഞ്ഞാലും മനസ്സിലാകും, ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്.
പക്ഷെ എന്നോട് ദൈവം പറഞ്ഞിട്ട് പോകാൻ പറയുന്നു, ഇതിനകത്ത് ഈ സഭയ്ക്കകത്ത് വന്നു കയറിയവർ, ഇതിനകത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ, ഇതിനകത്ത് കൈ കൊടുത്തവർ, ഇതിനകത്ത് പിടിച്ചു നിന്നവർ, അവരൊരിക്കലും കരപറ്റാതിരിക്കില്ല. കരപറ്റിക്കുന്നൊരു ദൈവമുണ്ട്, കരപറ്റിക്കുന്നൊരു ദൈവമുണ്ട്, കരപറ്റിക്കുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവസന്നിധിയിൽ? അവര് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന്റെ ദൂത് ഏറ്റെടുക്കാമോ? ആത്മാവിൽ ഒരല്പസമയത്തേക്ക് ദൂത് ഒന്ന് ആരാധിച്ചേറ്റെടുക്കാൻ പോവുക. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക.